നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് ഭാരത് ലൈവിന്റെ ചീഫ് എഡിറ്റർ ശ്രീല പിള്ള നമ്മോടൊപ്പം ചർച്ചയ്ക്കുണ്ട്. നിങ്ങൾക്കറിയാം, പ്രേക്ഷകർക്കറിയാം, കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഭാരത് ലൈവ് പുറത്തുവിട്ട ചില ഞെട്ടിക്കുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും വാർത്തകൾ, കഥകൾ, തെളിവുകൾ. ഈ തെളിവുകളെല്ലാം ഇന്ന് കേരളത്തിലെ എല്ലാ ദൃശ്യ പത്രമാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. കാരണം ഞങ്ങളുടെ സത്യസന്ധതയ്ക്ക് ഞങ്ങൾ കള്ളം പറയില്ല എന്ന് പണ്ട് തൊട്ടേ തീരുമാനിച്ചതാണ്. പണ്ട് തൊട്ടേ ഞങ്ങളത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ സത്യം എവിടെയായാലും തുറന്നു പറയുമെന്നത് വീണ്ടും ഇതാ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമസ്കാരം ശ്രീരാപിള്ളേ. നമസ്തേ. BJPക്കകത്ത് സംസ്ഥാനത്തിൽ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ചില അപ്രിയ സത്യങ്ങൾ, എത്ര ഒളിച്ചു വെച്ചാലും ഒരു കാറ്റടിക്കുമ്പോൾ ഈ മറ നീക്കി സത്യം പുറത്തു വരുമെന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ, പല ചാനലുകളും പല ഓഡിയോ ക്ലിപ്പുകൾ, പല രേഖകൾ, അങ്ങനെ പലതും പല വഴിക്ക് നിന്നും പുറത്തു വരുന്നു. ഇതെല്ലാം BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലെ ചില ഭാരവാഹികളൊക്കെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. ഒന്നടങ്കം എല്ലാവരെയും കുറ്റപ്പെടുത്താനല്ല നമ്മൾ ഈ വാർത്തകളൊക്കെ ചെയ്തത് എന്ന് നമുക്കറിയാം. കാരണം അഴിമതി ആര് ചെയ്താലും, ഇനി ദേവേന്ദ്രൻ ചെയ്താലും മുത്തുപ്പട്ടർ ചെയ്താലും ഒരേ ശിക്ഷ തന്നെ ലഭിച്ചിരിക്കണം, അല്ലേ? എന്താണ് പുതിയ സംഭവങ്ങൾ? പുതിയ സംഭവവികാസങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് BJPയിൽ ഉണ്ടായ ഒരു നടപടിയെ കുറിച്ചാണ്. BJPയിലെ ഈ പ്രശ്നങ്ങൾ, അതായത് ഈ തീവെട്ടിക്കൊള്ള, BJPയിൽ നടക്കുന്ന ഈ തീവെട്ടിക്കൊള്ളയും ഈ അഴിമതിയും BJPയുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ, ഇലക്ഷന്റെ ആ കാലഘട്ടത്തിൽ തന്നെ ഈ ഇലക്ഷന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ്. എന്നോട് പലരും അതേപ്പറ്റി പല കാര്യങ്ങളും സൂചിപ്പിച്ചതാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിയും വരെ, തെരഞ്ഞെടുപ്പും അതിന്റെ റിസൾട്ടും വരുന്നിടം വരെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് കൊണ്ടാണ് അതുവരെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരുന്നത്. അതിന് കാരണം BJPക്ക് ഏതെങ്കിലും സാധ്യതകൾ കേരളത്തിലുണ്ടെങ്കിൽ ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി BJP വിജയിക്കട്ടെ എന്നുള്ള എന്റെ തീരുമാനം തന്നെയായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് ആദ്യം മുതൽ തന്നെ, ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് മാത്രമല്ല അതിനു മുമ്പും ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും BJPയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് രാജീവ് ചന്ദ്രശേഖർജി വന്ന സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർജിയെ അവിടെ വന്ന ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ ഭാരവാഹികളെയും സംബന്ധിച്ചും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളൊന്നും വന്ന് നമ്മൾ കാര്യമായി എടുത്തില്ല. ഏതായാലും രാജീവ്ജി വന്നല്ലോ, ഒരു നല്ല രീതിയിലൊരു സംഘടനാ സംവിധാനവും നല്ല രീതിയിലൊരു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നടപ്പാകട്ടെ, ഗ്രൂപ്പില്ലാതെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ നടപ്പാകട്ടെ എന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു എനിക്ക് ആ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ആദ്യത്തെ ഈ BJPയുടെ സംഘടനാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടന്ന് ചില പെയ്ഡ് സീറ്റുകൾ ഒരു യുവമോർച്ചയുടെ ഭാരവാഹി ആകാൻ വേണ്ടി ഒരാൾ സുരേഷിന് കാറ് വാങ്ങിക്കൊടുത്തു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ്. അതെനിക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും നമ്മുടെ കൺമുമ്പിൽ വന്നതാണ്. കാരണം യാതൊരു തരത്തിലുള്ള സംഘടനാ ബന്ധവും ഇല്ലാത്തവരെ പെട്ടെന്ന് സംസ്ഥാന സെക്രട്ടറി ആക്കുന്നു, യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങൾ കാണുമ്പോഴും നമുക്കും സംശയം വരും, ഇതാരാണ്, ഏതാണ്, എന്താണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ചില ആരോപണങ്ങൾ അന്നേ ഉയർന്നു വന്നതാണ്, ആ കാലഘട്ടത്തിലെ ഉയർന്നു വന്നതാണ്. ചില പെയ്ഡ് സീറ്റുകളെ സംബന്ധിച്ച് ഇലക്ഷൻ ടൈമിൽ ഉയർന്നു വന്ന മറ്റൊരു ആരോപണമാണ്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതിനിടയിൽ ഞാൻ BJP ഓഫീസിൽ നിരന്തരമായി വാർത്തകൾ എടുക്കാൻ വേണ്ടി മാത്രം അത് പറയുന്നു. ആരോ ഒരാൾ എഴുതിയിട്ടുണ്ട്, BJP ഏതോ ഒരു കമന്റിൽ ഞാൻ കണ്ടു, BJPയുടെ തിണ്ണതിറങ്ങി. ഞാൻ BJPയുടെ തിണ്ണതിറങ്ങാൻ ഒരു കാലത്ത് പോയിട്ടില്ല. BJP എപ്പോഴെങ്കിലും പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പത്രസമ്മേളനത്തിന് പോകുന്നതല്ലാതെ വെറുതെ BJP ഓഫീസിൽ പോയി ഒരു മിനിറ്റ് പോലും ഞാൻ അവിടെ ചെലവഴിക്കുകയോ BJP ഓഫീസിന്റെ പരിസരത്ത് കറങ്ങി നടക്കുകയോ ചെയ്തിട്ടില്ല. പത്രസമ്മേളനങ്ങളിൽ മാത്രം, BJP വിളിക്കുന്ന പത്രസമ്മേളനങ്ങളിലല്ലാതെ ഒരു സ്ഥലത്തും ഞാൻ പോയിട്ടില്ല. അക്കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ BJP ഓഫീസ് CCTV കാണുമല്ലോ, നോക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ സമയങ്ങളിൽ ചെല്ലുമ്പോൾ തന്നെ പലരും ഇക്കാര്യങ്ങൾ നമ്മളോട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പുറത്ത് നമ്മളുള്ളപ്പോഴും പലരും നമ്മളെ വിളിച്ചും പറയാറുണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം, ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുള്ളത്, പല കാലഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പക്ഷെ ആ തട്ടിപ്പ് നടക്കുമ്പോഴും അതൊക്കെ ചെറിയ ചെറിയ തട്ടിപ്പുകളായിരുന്നു. ഇത്രയും ലാർജ് സ്കെയിലുള്ള തട്ടിപ്പ് ആദ്യമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കാരണം യഥാർത്ഥത്തിൽ RSSന്റെ ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറി ഈ BJPയിൽ ഇപ്പോഴില്ലാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറി ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അത് തടയിടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന നല്ലൊരു ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു, സുഭാഷ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നു.
ഏതായാലും അതിനു മുമ്പ് പി പി മൂന്തേട്ടനുണ്ടായിരുന്നു, ഉമാന്തേട്ടനുണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. പക്ഷെ ഉമാന്തേട്ടനുള്ള കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് ഗണേഷ് ജി വന്നത്. ആ കാലഘട്ടത്തിലും ഇത്രയും വലിയ ലാർജ് സ്കെയിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഓർഗനൈസിംഗ് സെക്രട്ടറിയെ പിൻവലിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധി BJP-യിൽ ഉണ്ടായി എന്നുള്ളതാണ്. അത് ഈ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും രാജീവ് ചന്ദ്രശേഖർജി ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരുന്നത് അവിടെയായിരുന്നു. തന്റെ ടീം എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർജിയോടൊപ്പം വന്നിരുന്ന, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജിയോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആരായിരുന്നു, അവർ ക്വാളിറ്റി ഉള്ളതാണോ, അവരുടെ ക്വാളിറ്റി എന്താണെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക പരിശോധന അന്ന് നടത്തിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന ഇപ്പൊ വി മുരളീധരനായാലും കെ സുരേന്ദ്രനായാലും അതുപോലെ തന്നെ ഇതിനും കുമ്മനം രാജേട്ടനായിരുന്നെങ്കിലും അതിനു മുമ്പുണ്ടായിരുന്ന PS ശ്രീധരൻപിള്ള ആണെങ്കിലും ആരാണെങ്കിലും ഏത് സംസ്ഥാന പ്രസിഡന്റ് വന്നാലും ഈ സംസ്ഥാന പ്രസിഡന്റുമാരെല്ലാം അവരവരുടെ ടീം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേരെ അവിടെ കൊണ്ടുവെക്കും. മറ്റേ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ കംപ്ലീറ്റ്ലി ഒഴിവാക്കും. അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഇപ്പോൾ അത്രയും വർഷം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആൾക്കാരെ പിന്നീട് ചുമതലയിൽ ഒന്നും എടുക്കാതെ അവർ വരുമ്പോൾ പുതിയൊരു ടീമിനെ അങ്ങ് കൊണ്ടുവരും. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ അവരൊന്നും ഇത്തരത്തിൽ കംപ്ലീറ്റ്ലി തഴഞ്ഞുകൊണ്ടൊരു തീരുമാനം ഉണ്ടായില്ല. സുരേന്ദ്രന്റെ കാലത്തുണ്ടായിരുന്ന, സുരേന്ദ്രനെ ഇവിടെയുള്ളവരെല്ലാം സത്യത്തിൽ സുരേന്ദ്രനെ വലിയ രീതിയിൽ വേട്ടയാടുകയായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളടക്കം അതിൽ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന സുരേന്ദ്രനോട് പണം ചോദിച്ച ചില മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾക്ക് പണം നൽകാത്തത് സുരേന്ദ്രനോട് വലിയ അസംതൃപ്തി ഉണ്ടാക്കി എന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക്. അപ്പോൾ പല മാധ്യമങ്ങളും അത്തരത്തിൽ സുരേന്ദ്രനോട്, പിന്നെ മാത്രമല്ല സുരേന്ദ്രന് പറ്റിയ മറ്റൊരു അബദ്ധം, സുരേന്ദ്രനോടൊപ്പം കൊണ്ടു നടന്നിരുന്ന ആൾക്കാരെല്ലാം തന്നെ അതിനുള്ള പ്രായവും പക്വതയും ഉള്ള ആളായിരുന്നില്ല. ഒരു വലിയ കൂട്ടം, ചെറിയ കുട്ടികളുടെ ഒരു വലിയ കൂട്ടം, ജെൻസി തലമുറ എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു കൂട്ടം സുരേന്ദ്രനെ ചുറ്റിപ്പറ്റി നിന്നിരുന്നു. അത് സുരേന്ദ്രനെ വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയത്തിൽ യുവത്വത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയവും വേണ്ട. രാഷ്ട്രീയം മാറുകയും വേണം. പക്ഷേ ഈ യുവതയെ നയിക്കാൻ പറ്റുന്ന നേതൃത്വം ഉണ്ടാകണം, അതിന് പറ്റിയ നേതാക്കന്മാർ ഉണ്ടാകണം എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. അതൊന്നും ഇവിടെ BJP-യിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അത് കാര്യപ്രാപ്തിയും കഴിവും, രാഷ്ട്രീയം അറിയുന്നവരും രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരും നന്നായി സംസാരിക്കാൻ അറിയുന്നവരും രാഷ്ട്രീയത്തിൽ ഡിബേറ്റിന് പറ്റുന്നവരും, അത് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അതിനെ കൗണ്ടർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഐഡിയാസ് ഉള്ള ആൾക്കാരും അതുപോലെ സംസാരിക്കാൻ അറിയുന്നവരും ലോജിക്കുള്ളവരും ഒക്കെ ആവശ്യമുള്ള ഒരു കൂട്ടുത്തരവാദിത്തമുള്ള ഒരു മേഖലയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷെ ആ കൂട്ടുത്തരവാദിത്തം പലപ്പോഴും BJP-യിൽ നഷ്ടപ്പെട്ടു പോകുന്നു. ആ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെന്ന ആരോപണം നേരത്തെയും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉന്നയിച്ച പ്രധാന കാരണം BJP-യിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, ഒരു നടപടിയെ കുറിച്ചാണ് പറഞ്ഞത്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ എനിക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും മനസ്സിലായതാണ്, പലരും എന്നോട് പറഞ്ഞതാണ്. അപ്പോഴും ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്ന ശേഷം മാത്രമേ ഞാനൊരു വാർത്ത പോലും ഇപ്പോൾ ചെയ്യാൻ തയ്യാറായുള്ളൂ. അപ്പൊ ആദ്യമായി ഞാൻ ചെയ്ത വാർത്ത BJP-യിലെ PR നൽകിയതുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ PR നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ മണ്ഡലത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായി എന്നോട് പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോ PK കൃഷ്ണദാസിന്റെ ആ തെരഞ്ഞെടുപ്പിൽ PK കൃഷ്ണദാസ് മത്സരിച്ച അവിടെ നടന്ന അവിടുത്തെ ഒരു CPM-കാരനായ ഒരാൾ അവിടുത്തെ PR-നെ സംബന്ധിച്ച് വളരെ പരിഹാസത്തോടു കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ന ആളാണ് PR ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ അവർക്ക് പോലും പുച്ഛം തോന്നുന്ന രീതിയിലായിരുന്നു ഈ PR എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നതിൽ കൃത്യമായ വിവരങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിവരങ്ങൾ അനുസരിച്ച് എന്റെ അന്വേഷണത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇപ്പോ യഥാർത്ഥത്തിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് BJP-യുടെ ഈ തൽപര കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെയും ഞാൻ വഴി, അതായത് ഞാൻ ഏതെങ്കിലും ഈ വാർത്ത ചെയ്തതിന്റെ പിന്നിൽ ഏതെങ്കിലുമൊക്കെ നേതാക്കളെ, അവർക്കൊക്കെ വൈരാഗ്യമുള്ള നേതാക്കളെ ഇതിൽ വലിച്ചഴക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഒരു കഥ വന്നത് എന്റെ പേരിൽ സുരേന്ദ്രനാണ് എന്നാണ്. രണ്ടാം ഘട്ടത്തിൽ ആ കഥ മാറി പാലക്കാട് കൃഷ്ണകുമാറിന്റെ ഭാര്യയും പി കൃഷ്ണദാസും എല്ലാവരും കൂടി ചേർന്ന് എനിക്ക് ഈ രേഖ വിതരണം ചെയ്തു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ വാർത്ത BJP ഓഫീസിൽ നിന്ന് എഴുതി കർമ്മ ന്യൂസിന് നൽകിയതാണ്. ഞാൻ എന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ പറയുന്നു. ഞാൻ സാധാരണ മറ്റുള്ളവർ പറയുന്ന പൂർണ്ണ ഉത്തരവാദിത്വവും ബോധ്യവുമല്ല, പൂർണ്ണ ഉത്തരവാദിത്വത്തിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. BJP ഓഫീസിൽ നിന്ന് ഈ വാർത്ത എഴുതി നൽകി എന്നതിന്റെ തെളിവുകൾ രാജേഷ് അറിയാമല്ലോ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വാർത്ത മാറ്റിയത്
അതായത് അത് നമുക്ക് മനസ്സിലായി. ഞാനത് ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്തു. ഈ വാർത്ത BJP ഓഫീസിൽ നിന്ന് തൽപര കക്ഷികൾ, BJP ഓഫീസിന് സംസ്ഥാന നേതൃത്വം പറഞ്ഞുകൊണ്ടാണോ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ അറിഞ്ഞിട്ടാകണമെന്നില്ല, തൽപര കക്ഷികൾ BJP ഓഫീസിൽ നിന്ന് എഴുതി അയച്ചു കൊടുത്ത വാർത്ത അതേപടി അക്ഷരങ്ങൾ പോലും മാറ്റാതെ അതേപടി ആ റിപ്പോർട്ടർ വായിക്കുകയായിരുന്നു. ശ്വാസം വിടാതെ വിടാതെ വായിച്ചു തീർക്കുകയായിരുന്നു. അതെ. അപ്പോ എനിക്ക് തോന്നുന്നു ഈ കൃഷ്ണദാസും അതനുസരിച്ച് കൃഷ്ണകുമാറും മിനി കൃഷ്ണകുമാറും എല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നിയമ നടപടിയിലേക്ക് പോവുകയാണ്. കാരണം എത്ര ആധികാരികമായാണ് ഒരു സംഭവം ഉണ്ടാക്കിയെടുത്ത്, ഒരു സംഭവം ആധികാരികമെന്ന് തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് വ്യാജ പ്രചരണം നടത്തി മാധ്യമങ്ങളെ കൊണ്ട് വാർത്തയിപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ എനിക്ക് കിട്ടിയ മറ്റൊരു മെസ്സേജ്, ഇന്നലെ ഒരാൾ എനിക്ക് അയച്ചിട്ടുണ്ട്, അത് പങ്കുവയ്ക്കും പുറത്ത്. അയച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ശോഭാ സുരേന്ദ്രനാണ് എന്റെ പിന്നിൽ എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി ശോഭാ സുരേന്ദ്രനോട് സംസാരിക്കാത്ത ഒരാളാണ് ഞാൻ. രാജേഷിന് അറിയാമല്ലോ, അതാ രാജേഷ് ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ 10 വർഷമായി ശോഭാ സുരേന്ദ്രനോട് ഞാൻ സംസാരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ചില മണ്ഡലങ്ങൾ സന്ദർശിച്ച കൂട്ടത്തിൽ പാലക്കാട് ജയിക്കുമെന്നുള്ള ഒരു പ്രതീതി ഉള്ളതുകൊണ്ട് ചില മണ്ഡലങ്ങൾ നമ്മൾ പോകേണ്ടതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പോയ കൂട്ടത്തിൽ ഞാൻ പാലക്കാട് മണ്ഡലത്തിലൊന്ന് പോയി. അന്ന് കൽപ്പാത്തിയിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ ഒന്ന് പങ്കെടുത്തു. അന്ന് ഞാൻ താമസിച്ച ഹോട്ടലിന്റെ ബില്ല് പോലും എന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാനാ പേ ചെയ്തിരിക്കുന്നത്. അന്ന് പിന്നെ എന്റെ കൂടെ അവിടെ എനിക്കൊരു പരിചയക്കാരുണ്ട്, കവിത പറഞ്ഞത് BJPയുടെ ഇതിലേക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന്. വേണ്ട, ഞാൻ എന്റെ അക്കൗണ്ടിൽ ഞാൻ സ്വന്തമായി പേ ചെയ്തോളാം എന്ന് പറഞ്ഞ് പേ ചെയ്ത ആളാ ഞാൻ. കാരണം 10 വർഷമായിട്ട് ഞാൻ ഇവരോട്, ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനോട് സംസാരിച്ചിട്ടില്ല. അതിനൊരു ചെറിയ തർക്കം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. തർക്കത്തിന്റെ അവസാനത്തിലാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടായത്. ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. അതിനിടയിൽ എപ്പോഴും ഒരിക്കൽ എന്തോ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ എന്നോട് സംസാരിച്ചിരുന്നു എന്നുള്ളതല്ലാതെ ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമോ സംസാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടുപ്പമോ എനിക്കുള്ള നേതാവേ അല്ല ശോഭാ സുരേന്ദ്രൻ. അതാണ് അതിലും വലിയ രസം. പിന്നെ ഞാൻ നമ്മളെല്ലാം മാധ്യമ പ്രവർത്തകരാണ്. നമ്മൾ ആരോട് സംസാരിക്കാൻ പാടില്ല എന്നതല്ല, എങ്ങനെ സത്യം പുറത്തു കൊണ്ടുവരണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ആരെ വിളിച്ചില്ല അല്ലെ വിളിച്ചു എന്നൊക്കെ ഉള്ളത് അത് വെറും രാഷ്ട്രീയ ജൽപ്പനങ്ങൾ മാത്രമല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് അവർക്ക് വിരോധമുള്ളവരെ സാധ്യതാ പരിശോധന നടത്തുകയാണ്. അവർക്ക് വിരോധമുള്ളവരെയൊക്കെ എന്റെ അക്കൗണ്ട് വഴി ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന തരത്തിലുള്ള ഒരു സാധ്യതാ പരിശോധനയാണ് നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാൻ ഈ വഴിയൊന്നുമല്ല രേഖകൾ ശേഖരിച്ചിട്ടുള്ളത് എന്ന മറ്റൊരു കൃത്യമായി എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ വ്യാജ പ്രചരണങ്ങൾ എനിക്കെതിരെ നടത്തിയാലും അത് വിലപ്പോകില്ല. 1. 2, വളരെ ചെറുപ്പകാലം മുതൽ വളരെ ഭംഗിയായി ഒരു എന്ത് കാര്യവും തുറന്നു പറയാൻ കഴിവുള്ള, എവിടെ അഴിമതി കണ്ടാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും അത്തരത്തിൽ ഏതെങ്കിലും പക്ഷപാതത്തോടെ പെരുമാറിയാൽ അത് ഏത് സ്ഥാപനത്തിലാണെങ്കിലും അത് തുറന്നു പറയാൻ ഉള്ള ഗഡ്സ് ഉള്ള ആളായിരുന്നു ഞാൻ ട്രെയിനി ആയിരിക്കുമ്പോൾ പോലും എന്നോട് ഏതെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അതെനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ ചെയ്യില്ല എന്ന് കൃത്യമായി പറയുന്ന ആളാണ് ഞാൻ. അത് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്യുമ്പോൾ MV നികേഷ് കുമാർ പോലും ഒരു ഘട്ടത്തിൽ ഒരാളെ ടാപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കൂ എന്ന് പറഞ്ഞപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വാർത്ത സംബന്ധിച്ച് അത് ഒരാളെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ബോധ്യമുള്ള കാര്യമല്ലാതെ ആരെങ്കിലും പറഞ്ഞോ, ആരെങ്കിലും എന്റെ പിന്നിൽ നിന്ന് നിങ്ങളെ ഉപദ്രവിക്കാൻ കളിക്കുന്നു എന്നുള്ള ഭാഷ്യമൊന്നും വേണ്ട. BJP എന്റെ ടാർഗറ്റ് അല്ല. എനിക്ക് അങ്ങനെ ഒരു BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്റെ ടാർഗറ്റ് അല്ല. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ആരും എന്റെ ടാർഗറ്റ് അല്ല. ഞാൻ ഇവിടെ പറയുന്നത് അഴിമതി സംബന്ധിച്ച കാര്യമാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു കൗൺസിലർ മരിച്ചിരുന്നു. നേരത്തെ നമുക്ക് ഏവർക്കും പറയുന്ന സത്യസന്ധനായ തിരുമല അനിൽ എന്ന് പറയുന്ന കൗൺസിലർ എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പൊ കേരളത്തിൽ എല്ലാവർക്കും ഒരാൾ പോലും CPM-ലെ ഒരാൾ പോലും അദ്ദേഹത്തെ കുറിച്ച് ഒരു മോശം പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ അവിടെ പോലും അദ്ദേഹത്തിന് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. ആ ബാങ്കിൽ അന്ന് ഈ പറയപ്പെടുന്ന സംസ്ഥാന സെക്രട്ടറിയോട് അവരുടെ ലോൺ അടയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ അടയ്ക്കില്ല എന്നാണ് പറഞ്ഞത് മുഖത്ത് നോക്കി. എന്നാൽ കഴിഞ്ഞ 8 or 9 ദിവസത്തിന് മുമ്പ് അവർ അവിടുത്തെ ലോൺ അടച്ചു തീർത്തിട്ടുണ്ട്. അവർ ഓടി നടന്ന എല്ലാ സ്ഥലത്തും ലോൺ അടയ്ക്കുകയും അവർ തന്നെ കാറ് വാങ്ങിക്കുകയും അവർ തന്നെ പണമെല്ലാം പണം ചെയ്യാനുള്ളതെല്ലാം ചെയ്യുകയും ചെയ്തപ്പോൾ കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ പലതും നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ലഭ്യമായിട്ടുള്ളത്. ഇനി ആ ഡീറ്റെയിൽസ് ഒക്കെ ലഭ്യമായത് അതെ ആരോപണ വിധേയ സെക്രട്ടറി അവിടെയും 9 ദിവസത്തിന് മുമ്പ് ലോൺ അടച്ചിട്ടുണ്ട്. അപ്പൊ അന്നത്തെ അനിൽകുമാറിന്റെ മരണത്തിലും അനിൽകുമാർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതിലും ഇവർക്കൊരു പങ്കുണ്ടായിരിക്കണം. കാരണം
ഈ യഥാർത്ഥത്തിൽ പണം അടക്കമുള്ള വായ്പ നടത്തി തീർക്കാൻ പറഞ്ഞു. ഒരുപാട് പേരോട് തീർച്ചയായും ഒരുപാട് പേരോട് പണം അദ്ദേഹം ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കാൻ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ 6 മാസത്തിന് മുമ്പ് പണമില്ലാതിരുന്ന സംസ്ഥാന സെക്രട്ടറിക്ക് ഈ ലോണുകളെല്ലാം അടച്ചു തീർക്കാൻ എവിടെ നിന്നാണ് പണം ലഭ്യമായത്? എന്റെ ചോദ്യം ഇതാണ്. എവിടെ ഈ കാർ ഏലം വാങ്ങിക്കാനുള്ള വിറ്റതാണോ? പണം എവിടെയാണ്? എന്തോ ഏലം വിറ്റതാണോ? ഏലം വിറ്റ് 35 ലക്ഷം ഒരു ബാഗിലാക്കി കൊണ്ടുപോയി വേറൊരു ആൾ പറയപ്പെടുന്നത്. അപ്പോ ഇത് ഞാൻ പറഞ്ഞത് ആ നടപടിയെ കുറിച്ചാണ്, അവരുടെ അഴിമതിയെ കുറിച്ചാണ്. ആ അഴിമതിക്ക് അവർക്ക് കൂട്ടുനിന്ന അവരുടെ തലതൊട്ടപ്പനായ നേതാവിനെ കുറിച്ചാണ്. ഒരിക്കലും ഒരു സ്ത്രീക്ക്, എനിക്ക് 100% അറിയാം, ഒരിക്കലും ഒരു സ്ത്രീക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ 3 വെള്ളിയാഴ്ചക്ക് മുമ്പ് കടന്നു വന്ന ഒരാൾക്ക് ഈ പ്രസ്ഥാനത്തിൽ വന്ന് ഇങ്ങനെ അഴിമതി കാണിക്കാൻ കഴിയില്ല. തീർച്ചയായും അവർക്ക് പിന്നിൽ ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നു, അവരെ നിർത്തിക്കൊണ്ട്, അവരെ ഈ വലിയ സ്ഥാനം, അതായത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ അവരെ സ്റ്റേറ്റ് ഓഫീസിന്റെ ചുമതലയിലേക്ക് കൊണ്ടുവന്ന് അവരെ ആ സ്റ്റേറ്റ് ഓഫീസിന്റെ, അതായത് ഇലക്ഷന്റെ ചുമതലകൾ മുഴുവൻ കൊടുത്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിപ്പിച്ച് അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒരിക്കലും ഒരു സ്ത്രീക്ക് തന്നെ അങ്ങനെ ഒരു അഴിമതി ചെയ്യാൻ കഴിയില്ല. അല്ലെ, ഇലക്ഷൻ സമയത്ത് കളക്ഷൻ ഏജന്റ് ആയിട്ടാണ് അവർ നിയമിച്ചത് അല്ലേ? അതെ, ഇലക്ഷൻ സമയത്തെ കളക്ഷൻ ഏജന്റ് എന്നേ പറയാൻ കഴിയൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള പഴയ കാല പ്രവർത്തകരായിട്ടുള്ള പല ആൾക്കാരും ആ ഓഫീസിലുണ്ട്. നമുക്ക് തന്നെ അറിയാം, വളരെ പക്വതയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ, രാജേഷ് ഒന്ന് ആലോചിച്ചു, ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പണം കൈകാര്യം ചെയ്യുന്ന 140 മണ്ഡലങ്ങളുടെ ഇലക്ഷൻ തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇത്രയും ജൂനിയറായ ഒരാളെ കൊണ്ട് അവരോധിക്കുക? എങ്ങനെയാണ് അതിന് സാധിക്കുക? ഇതിനു മുമ്പ് വലിയ രസകരമായ ഒരു കഥയുണ്ട്, അത് വേണമെങ്കിൽ പത്രക്കാർക്കൊന്ന് അന്വേഷിക്കുക. അതുകൊണ്ട് ഇതുകൂടി പറയാം. ഈ സുരേഷ് ഗോഡ്ഫാദർ അല്ല എന്ന് പറഞ്ഞല്ലോ, ഗോഡ്ഫാദർ അല്ല എന്ന തരത്തിലൊരു ഞാൻ നടത്തിയ പരാമർശത്തെ ഇന്ത്യ ലൈവിലെ ആങ്കർ ചോദിക്കുമ്പോൾ അതിൽ വലിയ പരിഹാസമൊക്കെ പുലർത്തിക്കൊണ്ട് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട്. നേരത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, വീട്ടിൽ ബോംബ് എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ നേതാവിനെ വലുതാക്കാൻ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. നേരത്തെ ഈ നേതാവിന്റെ വീട്ടിലേക്ക്, ഈ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞു എന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കി. പിന്നീട് പോലീസ് കണ്ടെത്തുന്നത് ഇവരൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വീട്ടിൽ ബോംബ് എറിഞ്ഞു നേരത്തിൽ ഏതോ പടക്കം കൊണ്ടുവന്ന് വെച്ച് പൊട്ടിച്ചതെന്നാണ്. ആ കേസ് എങ്ങോട്ട് പോയി? അപ്പോ അന്ന് നേതാവിനെ ഒന്ന് പരുവപ്പെടുത്തിയെടുക്കാൻ 4 പേർ അറിയുന്ന രീതിയിൽ ആക്കിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വന്നു. അതിനുശേഷം ആലോചിച്ച് നോക്കണം, ഈ ബസിന്റെ സമരമൊക്കെ കോഴിക്കോടാണ് ഈ നേതാവിനെ വിട്ടത്. ഈ നേതാവിനെ വിട്ട് നേതാവാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അപ്പോ ഇത് സത്യത്തിൽ ഒരു കളക്ഷൻ ഏജന്റായി വെച്ചുകൊണ്ട് അവരെ കൂടി ഇല്ലാതാക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും അവരെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് ഗോഡ്ഫാദർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേതായാലും ഞാൻ പറയുന്നത്, സംഘപരിവാർ നേതൃത്വം ഇതിൽ ഇടപെടണം. സംഘപരിവാർ അതിൽ കൃത്യമായ ഒരു നടപടി എടുക്കണം. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും BJP-യിലോ സംഘപരിവാറിലോ ഒന്നും വലിയ നടപടികൾ ഉണ്ടാകാറില്ല. കാരണം ഇത് ചില പഴയ കാലഘട്ടങ്ങളിലെ സ്ത്രീകളെയും അച്ഛനും അമ്മയും ഒക്കെ പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ വീട്ടിലും നമ്മുടെ അയൽവക്കത്തും ഒക്കെ ഉള്ള വീട്ടിലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. വീട്ടിൽ എന്ത് സംഭവിച്ചാലും പുറത്തിറങ്ങിയാൽ നാണക്കേടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇതങ്ങ് ഒതുക്കി തീർക്കും. അപ്പൊ മക്കളൊക്കെ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചാൽ ആ തോന്നിവാസം ഒതുക്കി തീർക്കും. മക്കൾക്ക് ഇതൊന്നുകൂടെ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക അങ്ങനെ വരുമ്പോ. അവിടെ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ മാതൃകയാക്കണമെന്നാണ് ആ മക്കളാണ് പുറത്തിറങ്ങി ഗജപോക്കരികളും പോലീസ് കേസിലൊക്കെ ചെന്ന് പെടുന്നത്. അതായത് അങ്ങനെയാണ് അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഇപ്പൊ ഇതിനകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഇത്രയും വാർത്തയായ സ്ഥിതിക്ക് എങ്ങനെങ്കിലും ഇതൊന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും ഇവർ പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തും. അതിനിടയിൽ ഈ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് പുറത്തു വരുന്നത്. നമ്മൾ ഈ വാർത്തയൊന്ന് തുടങ്ങി വെച്ചതേ ഉള്ളൂ. ഈ വാർത്തയുടെ നമ്മൾ തുടങ്ങി വെച്ച ഈ വാർത്ത എവിടെ വരെ എത്തിയെന്ന് ആലോചിക്കണം. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത്, അതിൽ ഇപ്പൊ BJP-യോ അല്ലെങ്കിൽ BJP-യുടെ പ്രവർത്തകർക്കോ ഒരുപക്ഷെ ശ്രീലാപിള്ളയാണല്ലോ ഇതിന് തുടക്കം കുറിച്ചത്, ഇവർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയല്ലോ എന്നായിരിക്കും ധാരണ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനെ വേറൊരു അർത്ഥത്തിലാണ്. അതാണ് രാഷ്ട്രീയം. യഥാർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കേണ്ടത്, ഞാൻ തുടങ്ങി വെച്ച ഈ വാർത്തയിൽ ഞാൻ പോലും കൊടുക്കാത്ത, എന്റെ പക്കൽ പോലും ഇല്ലാത്ത പല രേഖകളും പല വിഷയങ്ങളും പല കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ചില ഓഡിയോ സന്ദേശങ്ങൾ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു, പ്രവർത്തകർ ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു വരാൻ എന്നുള്ളതാണ് ഇതിൽ നിന്നും BJP മനസ്സിലാക്കേണ്ട പാഠം. ഇത് ഈ വാർത്ത ശരിയാണെന്ന കാര്യത്തിൽ കേരളത്തിലെ 99% ആൾക്കാർക്കും അറിയാം. പക്ഷേ BJP-ക്കും ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും ഒരു വലിയ ദോഷമെന്ന് തന്നെ ഞാൻ പറയും. ഒരു ദോഷം, എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഈ പ്രശ്നം അവിടെ നിന്ന് അവസാനിപ്പിച്ച് നേരെ വീട്ടിൽ പോയിരിക്കും.
ആയുഷ്കാലം ഈ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഗദ്ഗത കണ്ടരായി പറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ല, അതൊരു നടപടിക്ക് വേണ്ടി ഇവരാരും തുനിയാറില്ല. ഇത് തുറന്നു പറയാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഈ രാഷ്ട്രീയത്തോട് ഈ പ്രവർത്തകർക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ നേതൃത്വത്തിന്റെ മുന്നിലെത്തിക്കണം. ഇല്ലെങ്കിൽ സംഘപരിവാറിന് മുന്നിൽ നിരന്തരം പരാതിയായിട്ട് നിങ്ങൾ പുറത്തറിയിക്കേണ്ട. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പരാതികൾ അവിടെ കൃത്യമായി അറിയിക്കുകയും അഡ്രസ് ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഘടനകൾ നശിച്ചു പോവുകയുള്ളൂ. സത്യത്തിൽ 30 സീറ്റ് കിട്ടേണ്ട അവസ്ഥയാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആ ഒരു അധികായൻ, അദ്ദേഹം വന്ന് നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നു. ഒപ്പം വലിയ ഉണർവുണ്ടാകുന്നു. കഴിഞ്ഞ 13 വർഷമായി BJP ഭരിക്കുന്നു. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ആശീർവാദങ്ങൾ, കേന്ദ്ര നേതൃത്വത്തിന്റെ അഴിമതിയില്ലായ്മ, കേന്ദ്ര നേതൃത്വത്തിന്റെ നടപടികൾ, മോദി എന്ന് പറയുന്ന ഐക്കൺ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ BJPയോട് വോട്ട് ചെയ്യാൻ വലിയ രീതിയിൽ മതിപ്പുണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ 3 സീറ്റ് തന്നെ കിട്ടിയത് അറ്റപ്പറ്റ ജയിക്കുകയാണ്. നേമത്ത് എന്താണ് സംഭവിച്ചത്? നേമത്ത് എത്ര വോട്ടിന് ജയിക്കേണ്ട മണ്ഡലമാണ് നേമത്ത് പോലും ജയിച്ചത്? സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖർജി സ്വന്തം പണം വരെ എടുത്താണ് നേമത്തൊക്കെ ചെലവാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സ്വന്തം പണം കൂടി ഇവർ തട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ പണമാണ് പലപ്പോഴും തട്ടിക്കപ്പെട്ടതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ അദ്ദേഹം ഇവിടെ നിന്ന് പണം എടുത്തുകൊണ്ട് പോകുന്നില്ല. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഇടപാടുകളുമില്ല. പക്ഷെ എങ്കിൽ പോലും ഇവിടെ കേരളത്തിലെ BJPയെ ഇവരെല്ലാം കൂടി ഒരു കാട്ടു സംഘം, ഒരു കാട്ടു കള്ളന്മാരുടെ സംഘം, ആ സംഘം ഇന്ന് കേരളത്തിലെ BJPയെ ദിനം പ്രതി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഘടനാ പ്രവർത്തനം വളരെ കുറവാണ്. 1-2 ക്ലാസ്സുകളോ ഏതെങ്കിലും പരിപാടികളോ ഉള്ള സ്വന്തം, അതായത് BJPയുടെ പരിപാടികളല്ലാതെ പുറത്തുനിന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പരിപാടികളോ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു പരിപാടിയിൽ കൃത്യമായി പങ്കെടുക്കാനോ കേരളത്തിലെ BJPക്ക് കഴിയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ കൃത്യമായി ഉന്നയിക്കാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് പിന്നെ പാർട്ടി വളരുക? BJPയിലുള്ള BJP പാർട്ടി പ്രവർത്തനം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഒക്കെ BJPയിലുള്ളവർ BJPയിൽ തന്നെ ഉണ്ടാകും. പുറത്തുനിന്ന് ഉള്ള ആൾക്കാരെ ആകർഷിക്കാനും വരുന്നവരെ ഇവിടെ നിലനിർത്താനും അവരെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാനും കഴിയണ്ടേ ഒരു പാർട്ടിക്ക്? അങ്ങനെയല്ലേ പാർട്ടി വളരുന്നത്? അതിനു പകരം ഏതെങ്കിലും ലൊട്ടിലൊടുക്ക് എഴുതാൻ പോലും അറിയാത്ത കൈ പതിക്കുന്ന നേതാക്കന്മാർ എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്തരത്തിൽ പല സ്ഥലത്തും കേരളത്തിൽ ഒട്ടാകെ ഈ പ്രാവശ്യത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് മുതൽ വലിയ രീതിയിലുള്ള അതിൽ പോലും അഴിമതി നടന്നിട്ടുണ്ട്. അതിൽ ചില സെല്ലുകൾ വിറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഭാരവാഹിത്വങ്ങൾ ചില ആൾക്കാർക്കായി തീരെഴുതി കൊടുത്തിട്ടുണ്ട്. ചില നേതാക്കന്മാർ അവരുടെ ആൾക്കാരെ മാത്രം പല സ്ഥലങ്ങളിലും കുത്തി നിറച്ചിട്ടുണ്ട്. അവരൊന്നും ഇതിന് യോഗ്യതയില്ലാത്തവരാണ്. ഇപ്പൊ കൊള്ളാവുന്ന ആൾക്കാരെ നിങ്ങൾ കൊണ്ടുവന്നോളൂ. കൊള്ളാവുന്ന ആൾക്കാരെ കൊണ്ടുവരുന്നതിന് ആരും ഒന്നും പറയില്ല. ഇപ്പൊ ഷോൺ ജോർജ് BJPയിലേക്ക് വന്നു. ഇന്ന് വരെ ആരെങ്കിലും അതിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? കഴിവുറ്റ നന്നായി സംസാരിക്കാൻ അറിയുന്ന നല്ല രാഷ്ട്രീയ പ്രവർത്തകനായ നല്ല ഇമേജ് ഉള്ള ഒരാളാണ് ഷോൺ ജോർജ്. അങ്ങനെയുള്ളവരെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നാൽ BJPയിലൊക്കെ കൊണ്ടുവന്നോളൂ. ഇനിയും പ്രവർത്തകരായിട്ടുള്ളവരെ നിങ്ങൾ കൊണ്ടുവന്നോളൂ. നല്ല പ്രവർത്തകരെ കൊണ്ടുവരൂ. ഇത് യാതൊരു ഗുണവും ഇല്ലാത്ത ആരെയെങ്കിലും ഒക്കെ BJP ചേർക്കുക, അവർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കുക, അല്ലെങ്കിൽ വോട്ട് പർച്ചേസ് ചെയ്യാനാണെന്നും പറഞ്ഞ് ചില ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതിന് ശേഷവും അത്തരത്തിൽ കുറെ ഫണ്ട് അടിച്ചു മാറ്റുക. ഇങ്ങനെ ഈ ഫണ്ട് നിങ്ങളൊന്ന് ആരാണ്ടിന്ന് ഏതോ ഒരു മാധ്യമം പറയുന്ന കേട്ട് ഇവര് പണം നൽകി വാങ്ങിച്ചില്ല. ഒരു വോട്ട് പണം വാങ്ങി വാങ്ങിച്ചില്ല. ആ പണമെല്ലാം ഇവർ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു നേതാവ് ഒരു പണവും ആർക്കും കൊടുത്തിട്ടില്ല. അത് ഈ കൊടുക്കണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചവർ ഏത് രീതിയിൽ ഏത് കാറ്റഗറിയിലാണ് വാങ്ങിച്ചത് അന്വേഷിച്ചാൽ അറിയാം. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാം ശുദ്ധ തട്ടിപ്പായിരുന്നു എന്നുള്ളതാണ്. ഈ തട്ടിപ്പ് പുറത്തു വരാൻ ഇപ്പൊ തന്നെ നമ്മൾ പറയാൻ കാരണം എന്താ? ചെറിയ തട്ടിപ്പുകളല്ല നടന്നിട്ടുള്ളത്. ഇപ്പൊ ചെറിയ തട്ടിപ്പുകളൊക്കെ സർവ്വസാധാരണമാണ്. പലരും ഉണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടിയിൽ, പല രാഷ്ട്രീയ പാർട്ടിയിലും ജനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ ഉണ്ടാവും. പക്ഷെ ഇത്തവണത്തെ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തട്ടിപ്പാണ് ഇത്തവണ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അത് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പെടുന്ന മണ്ഡലങ്ങളിലെ ചില മണ്ഡലം സെക്രട്ടറിമാരടക്കം ഇവർ സസ്പെൻഡ് ചെയ്തു, ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി പല BJP ഭാരവാഹികളെ. കാരണം ഈ ഫോണിലൂടെ മാറ്റി നിർത്തിയ ഭാരവാഹികളുണ്ട്. ഫോണിലൂടെ ഇടുക്കിയിലായ ഒരാളെ ഫോണിലൂടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെ, കാരണം ഇവര് പറഞ്ഞാൽ കേൾക്കാത്തവർ കേരളത്തിൽ ഏത് മണ്ഡലത്തിലോ ഏത് ബൂത്തിലോ ഏത് വാർഡിലോ ഉണ്ടെങ്കിലും അപ്പൊ സസ്പെൻഡ് ചെയ്യുകയാണ്. ഒന്നുകിൽ ഫോണിൽ കൂടി ഞാൻ പറയുന്നത്
ഞാൻ പറയുന്ന കാര്യങ്ങളിൽ 1% പോലും കള്ളമില്ല. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർജി ചെയ്യേണ്ടത് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ വെച്ച് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിപ്പിച്ചാൽ കേരളത്തിലെ BJPയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ നേതാക്കന്മാർ ആ മണ്ഡലങ്ങൾ, ഇപ്പൊ മണ്ഡലം പ്രസിഡന്റ് ആയാലും അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് ആയാലും, ഇവരൊക്കെ അവിടുത്തെ ജില്ലയ്ക്കും അവിടുത്തെ മണ്ഡലങ്ങൾക്കും മണ്ഡലവും ഒക്കെ നോക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ജനങ്ങളുമായി ബന്ധമുള്ള ആൾക്കാരാണോ, ഇവർ അതിന് പ്രാപ്തരാണോ, ഇവർ ആരുടെയെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണോ? അപ്പൊ ഇത് വ്യക്തവും കൃത്യമായി തന്നെ അന്വേഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ BJPക്ക് എതിരാണെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ BJPക്ക് എതിരെയല്ല, BJPയുടെ ഐഡിയോളജിക്കെതിരെയല്ല, RSSന്റെ ഐഡിയോളജിക്കെതിരെയല്ല, ഞാൻ ഒരിക്കലും രാജീവ് ചന്ദ്രശേഖർജിക്കെതിരെയല്ല. രാജീവ് ചന്ദ്രശേഖർജിയുടെ കൂടെ കൂട്ടുപിടിച്ചിട്ട് കഴിഞ്ഞ ദിവസം പറയുന്ന ആ വാർത്തയിൽ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർജിയെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണിത്, മാധ്യമപ്രവർത്തക സമ്മർദ്ദം ചെലുത്താൻ രാജീവ് ചന്ദ്രശേഖർജിക്ക് പരാതി കൊടുത്തു എന്നുള്ളതാണോ? അപ്പൊ രാജീവ് ചന്ദ്രശേഖർജിക്കെതിരെയുള്ള പരാതി ഞാൻ രാജീവ് ചന്ദ്രശേഖർജിക്ക് തന്നെ കൊടുത്തു. അത്ര മണ്ടന്മാരായ ഇവന്മാര് വാർത്ത എഴുതി കൊടുത്തു വിടുമ്പോ അതുപോലും എഴുതാൻ അറിയാത്ത മണ്ടന്മാരാണ് അവിടെ ഇരുന്ന് പ്രവൃത്തി ചെയ്യുന്നതെന്നുള്ളതാണ് ഈ വാർത്തകൾ എഴുതി കൊടുക്കുന്നതെന്നുള്ളത്. എന്നോട് പറഞ്ഞാൽ ഞാൻ വൃത്തിയായി വാർത്ത എഴുതി കൊടുത്തേന്. അതെ അതെ, നമ്മുടെ ജോലി അതൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു. ഏതായാലും വാർത്ത അങ്ങ് പിൻവലിച്ചു. കാരണം ഈ വാർത്ത എഴുതി കൊടുപ്പിച്ചാണെന്ന് എനിക്ക് 100% BJP ഓഫീസിൽ നിന്ന് ഈ വാർത്ത എഴുതി അയച്ചു കൊടുത്തതല്ലെങ്കിൽ, ഈ വാർത്ത അവിടെ എത്തിച്ചതല്ലെങ്കിൽ, കാരണം ഞാൻ വെല്ലുവിളിക്കുന്നു അത് തെളിയിക്കാൻ. ഇപ്പോഴും ഞാൻ പറയുന്നത് അതെനിക്ക് കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ടത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിന്റെ പുറകിലെ ഡീലും എനിക്കറിയാം. ഇനി സംസാരിച്ചാൽ അതിന്റെ പുറകിലെ ഡീലും ഞാൻ പറയും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എന്തിനും ഏതിനും BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ ഇവർ പിടിച്ച് ഇടയ്ക്കായിട്ട് ഇടുന്നത്. അതായത് ഇവർക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അദ്ദേഹത്തെ പിടിച്ച് മുന്നിൽ നിർത്തും. പിന്നെ അദ്ദേഹം ഇവിടെയല്ല, വിദേശത്താണെന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒപ്പടക്കമുള്ള റിലീസുകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പിട്ട ബ്ലാങ്ക് ലെറ്റർ ഹെഡുകൾ വരെ ഇവർ വാങ്ങിച്ചു വെച്ചേക്കുകയാണോ? ശരിക്കും എന്ത് ധൈര്യത്തിലാണ്? അത് ചിലപ്പോ സ്റ്റാമ്പ് ആയിരിക്കും ഒപ്പിന്. പക്ഷെ അദ്ദേഹം അങ്ങനെ സ്റ്റാമ്പ് കൊടുത്തിട്ട് പോരെന്നുള്ളതാണ്. അങ്ങനെ സ്റ്റാമ്പ് ആണെങ്കിൽ അദ്ദേഹം അത്രയും വിശ്വാസമുള്ളവരെ മാത്രമേ ഇത് ഏൽപ്പിക്കാവൂ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒപ്പ് ആ ഒപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. കാരണം ഇത്രയും കൊള്ള നടത്തിയവർ അദ്ദേഹത്തിന്റെ ഒപ്പ് വളരെ കൃത്യമായി ഏറ്റവും സത്യസന്ധനായ ഒരാളെ മാത്രം നോക്കി ഏൽപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് സ്റ്റാമ്പ് ആയിരിക്കും. നമുക്ക് ഒപ്പ് സ്റ്റാമ്പ് ചെയ്ത് വെക്കാമല്ലോ, സ്റ്റാമ്പോ ഡിജിറ്റൽ സിഗ്നേച്ചറോ ഒക്കെ ആക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണോ എന്ന് അദ്ദേഹം ഒന്ന് വെരിഫൈ ചെയ്യുന്നത് നന്നാവും. കാരണം കാട്ടുകള്ളന്മാർ എന്തും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം അക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പലരും പറയുന്നു അദ്ദേഹത്തിന് ഇത് നാണക്കേടായി എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് അറിയുമോ? അദ്ദേഹം ഒരു നല്ല മിലിറ്ററി ഓഫീസറുടെ മകനാണ്. അദ്ദേഹം വളർന്നു വന്ന സാഹചര്യം ഈ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും കാണാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരാളാണ്. പെട്ടെന്ന് തട്ടിപ്പും വെട്ടിപ്പും കണ്ടാൽ മനസ്സിലാവില്ല. ഒരു കാലഘട്ടത്തിൽ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പലരിൽ നിന്നും പറ്റിക്കപ്പെടുന്നത് വരെ പലപ്പോഴും എനിക്ക് തട്ടിപ്പും വെട്ടിപ്പും മനസ്സിലാകില്ലായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് പല പ്രാവശ്യം തട്ടിയിലും വെട്ടിപ്പിലും ഞാൻ പോയി പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയും മനുഷ്യർക്ക് തട്ടിക്കുകയും വെട്ടിക്കുകയും ചെയ്യാവുന്നു. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ നന്നായി മനസ്സിലാവും. കാരണം ഞാനും അതിനൊരു ഇരയായി പോയിട്ടുള്ള ഒരാളാണ്, അത്തരം ചില തട്ടിപ്പുകൾക്ക് ഇരയായി പോയിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ബുദ്ധി ഉണ്ടാവും, പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളെ അങ്ങനെ ഒരാൾ പറ്റിച്ചുകൊണ്ട് പോകുന്നു ചിന്തിക്കാത്ത ഒരു പ്രശ്നം നമുക്കുണ്ട്. രണ്ടാമത്തെ കാര്യം അതും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളർന്ന സാഹചര്യം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ആലോചിക്കുകയോ ചെയ്യില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പണം ഉണ്ടാക്കിയാലേ ജീവിക്കാൻ പറ്റുമെന്ന സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ പെട്ടെന്ന് പറ്റിക്കാനും തട്ടിക്കാനും ഒക്കെ എളുപ്പം. അത് അദ്ദേഹത്തിന്റെ കുഴപ്പമൊന്നുമല്ല. അദ്ദേഹം അത് ചിന്തിക്കാത്തതുകൊണ്ട്, അദ്ദേഹം തട്ടിപ്പും വെട്ടിപ്പുകാരനും അല്ലാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ചില ചിന്തകൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാകാത്തത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് മുമ്പിലേക്ക് ഇടുന്നത് യഥാർത്ഥത്തിൽ അത് പറഞ്ഞുകൊണ്ട്, അദ്ദേഹമാണ് ലക്ഷ്യം, മറ്റുള്ളവർ ഗ്രൂപ്പ് കളിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മുമ്പോട്ട് വെക്കുന്നതിന്റെ പിന്നിൽ തീർച്ചയായും രക്ഷപ്പെടാനുള്ള തന്ത്രം മാത്രമാണ്. അതായത് ഇതിൽ ആരോപണ വിധേയരായവർക്ക് രക്ഷപ്പെടാനുള്ള തന്ത്രം മാത്രമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഷയം ആര് ചെയ്താലും ഈ സംഘടനയോട് കമ്മിറ്റ്മെന്റ് ഉള്ള ആ പ്രവർത്തകർ പലപ്പോഴും അവർ ഇപ്പോഴാണ് പിരിവുകൾ അധികമില്ലാത്തത്. നേരത്തെയും ഈ BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. 2014 മുമ്പൊക്കെ BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഊണ് വീടുകളിൽ നിന്നാണ് കൊടുക്കുന്നത്.
എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നല്ല പൊതി വീടുകളിൽ നല്ല ആഹാരങ്ങൾ, ഏറ്റവും മുന്തിയ ആഹാരങ്ങളൊക്കെ വെച്ച് പൊതി കെട്ടുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ വീട്ടിൽ നിന്നൊക്കെ പൊതി കൊണ്ടുപോയിട്ടു. അത്തരം ഫംഗ്ഷനുകളിലൊക്കെ അങ്ങനെയായിരുന്നു പൊതി കൊടുത്തിരുന്നത്. ഈ 2014 ശേഷം ഭരണം വന്നപ്പോഴാണ് ഇതൊക്കെ മാറി 5 സ്റ്റാർ ഹോട്ടലുകളിലെ താമസവും 5 സ്റ്റാർ ഹോട്ടലുകളിലെ ഫുഡും ഒക്കെ വന്നിട്ടുള്ളത് അതിന് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഒരു കാലഘട്ടത്തിൽ ജനങ്ങളാണ് ഈ പാർട്ടിയെ വളർത്തിയിട്ടുള്ളത്. അപ്പൊ ആ ജനങ്ങളോട് ഇന്നും അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ജനങ്ങളോട് ഉത്തരവാദിത്വം പറയേണ്ട രീതിയിലേക്ക് കേരളത്തിലെ പാർട്ടി BJP മാറിയിട്ടുള്ളൂ. ഇന്ന് പണമൊക്കെ ഉണ്ടെങ്കിലും അന്ന് അതായിരുന്നില്ല അവസ്ഥ. എത്രയോ പേർ കാൽനട നടന്നും കഷ്ടപ്പെട്ടും ജീവൻ ത്യജിച്ചും ഒക്കെ ഉണ്ടാക്കിയ ബലിദാനികളെ ബലിദാനികളെയൊക്കെ നമുക്കറിയാം. അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തോട് എല്ലാവർക്കും ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഇതൊക്കെ പറയുന്നതും നമ്മൾ പറയുന്നതും നമ്മളെ കൊണ്ട് ഇത്തരം പ്രവർത്തികൾ ഇതൊക്കെ തുറന്നു പറയാൻ നിർബന്ധിതമാക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ പ്രസ്ഥാനത്തോടുള്ള കമ്മിറ്റ്മെന്റ് തന്നെയാണ്. അത് നശിച്ചു പോകരുതെന്നുള്ള ആഗ്രഹം തന്നെയാണ് പലപ്പോഴും. അതിനെ വേറൊരു രീതിയിൽ ഈ കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം കൂടെ ചിത്രീകരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത്, ഈ പ്രസ്ഥാനം ഇവിടെ വളരണം. കേരളത്തിൽ ജനങ്ങൾ BJP അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കേരളത്തിലെ BJPക്കാർ ചെയ്ത ഏതെങ്കിലും പ്രവർത്തനം കൊണ്ടല്ല, കേന്ദ്രത്തിലെ BJPയുടെ പ്രവർത്തനം കൊണ്ടാണ്, നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം കൊണ്ടാണ്, BJPയുടെ ആശയത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ്, RSSന്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ട് പറയാനുള്ളത്, വളരെ കൃത്യമായി പറയാനുള്ളത്, RSS ഈ വിഷയത്തിൽ ഇടപെടണം. RSS ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്തിക്കണം. വളരെ ഭംഗിയായി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. പാർട്ടി നന്നായി മുന്നോട്ട് പോകണം. ഇതിവിടെ നശിച്ചു പോകാൻ പാടില്ല എന്ന ആഗ്രഹത്തിന്റെ പേരിലാണ് ഇത് പറയുന്നത്. ഇല്ല, നമ്മുടെ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഒരു സാധാരണ ജനത്തിന്റെ ജീവിത നിലവാരം ഇന്നും മെച്ചപ്പെട്ടിട്ടില്ല. പക്ഷെ പല ഘട്ടങ്ങളിലെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു BJP സംസ്ഥാന ഭാരവാഹിക്ക് ഒരു ദിവസം കഴിഞ്ഞു കിട്ടണമെങ്കിൽ കുറഞ്ഞത് 10,000 രൂപയുടെ ചെലവുണ്ട്. ആ തരത്തിലേക്ക് അവരുടെ ജീവിതശൈലിയൊക്കെ മാറിയിരിക്കുന്നു. അതിനൊപ്പം അണികളും പ്രവർത്തകരും മാറിയില്ല എന്നതാണ് അവരുടെ ഒരു ദേഷ്യം. പക്ഷെ അവർ നന്നാകുന്നുണ്ട്. പിന്നെ നമ്മുടെ പല മണ്ഡലങ്ങളിലും ഈ വ്യാജ വൗച്ചർ കൊടുത്തതും അല്ലെങ്കിൽ ഒന്നിലധികം വൗച്ചറുകൾ ഒപ്പിടാതെ ബ്ലാങ്ക് വൗച്ചറുകൾ ഒപ്പിട്ട് വാങ്ങിയതും ഒക്കെ ഇപ്പോൾ വിഷയങ്ങളായി പുറത്തു വരുന്നുണ്ട്. അതിനൊപ്പം ഒരു ഓഡിയോ ക്ലിപ്പ് നേരത്തെ ശ്രീല പറഞ്ഞതുപോലെ 16 ലക്ഷത്തിന്റെ ഒരു ഫ്ലക്സ് അടിക്കണം, 8 ലക്ഷം നമുക്ക്, 8 ലക്ഷം നിങ്ങൾക്ക്. അതൊക്കെ വളരെ വ്യക്തമായി ആ ശബ്ദം പരിചയമുള്ളവർക്കെല്ലാം അറിയാം ഏത് നേതാവാണ്. പിന്നെ നമുക്കൊരു കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതായത് BJP സംസ്ഥാന അധ്യക്ഷനെതിരെ അല്ല നമ്മൾ ഈ വാർത്ത കൊണ്ടുവന്നത് എന്നുകൂടി പറയാം. കാരണം അദ്ദേഹം ഒരു മുതിർന്ന രാജ്യസഭാ അംഗമായിരുന്നു, IT എന്ന സുപ്രധാന വകുപ്പിലെ കേന്ദ്ര മന്ത്രിയായിരുന്നു. അതെ, അദ്ദേഹം ട്വിറ്റർ അടക്കമുള്ള വൻകിട ആഗോള ഭീമന്മാരെ വിറപ്പിച്ച് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്ന് അവരെ വിരട്ടി ചൊൽപ്പടിക്ക് നിർത്തിയ, ഇന്ത്യയുടെ താല്പര്യങ്ങൾ എന്നും സംരക്ഷിച്ചു നിർത്തിയ ഒരു കേന്ദ്ര മന്ത്രിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇവിടുന്ന് ചിലർ പോയതുപോലെയൊക്കെ വേറെ MP ഒന്നുമല്ല, ഭാഷ അറിയാത്ത മനുഷ്യനുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളല്ല ഭാരത് ലൈവ് ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഭാരത് ലൈവിനൊന്നും ഒരു സംശയവുമില്ല. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം ഞങ്ങൾ അദ്ദേഹത്തിന്റെ പേരും അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു കുരുക്കിൽ ചെന്നപ്പെട്ടാൽ ഞങ്ങൾ അതും പറയാൻ നിർബന്ധിതരാകും. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഈ ഭാരവാഹികൾ തീവട്ടിക്കൊള്ള നടത്തിയതിൽ നമ്മൾ ഒരിക്കലും രാജിച്ചെന്ന് ചേർന്ന സംസ്ഥാന അധ്യക്ഷനെ പ്രതികർത്തിട്ടില്ല, മറ്റ് സംസ്ഥാന ഭാരവാഹികളെ പ്രതികർത്തിട്ടില്ല. നമ്മൾ പറയുന്നത് ഒരേ ഒരു സംസ്ഥാന സെക്രട്ടറി, ആ സംസ്ഥാന സെക്രട്ടറിയെ അവിടെ കൊണ്ടിരുത്തിയ കളക്ഷൻ ഏജന്റായി അവിടെ കൊണ്ടിരുത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പിന്നെ മറ്റു ചില മൂട് താങ്ങികൾ എന്ന് പറയുന്ന ചില സിൽബന്തികൾ, ഇവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്കും ഇനി അധികം സംശയമുണ്ടാകാൻ പാടില്ല. അത് ചീഫ് എഡിറ്റർ ശ്രീധരപിള്ളയുടെ ഭാഗത്തു നിന്ന് തന്നെ അവസാനം ഒരു വ്യക്തത കൂടി വരുത്തണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ചിലർ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പറയുന്നുണ്ട് മറുപടിയായി, ശ്രീലാപിള്ളയ്ക്കൊന്ന് സംസാരിച്ചുകൂടെ, ശ്രീലാപിള്ള സംസാരിച്ചാൽ തീരുന്നല്ലേ ഉള്ളൂ, ശ്രീലാപിള്ള പറയേണ്ടത് ഈ ചാനലിലാണോ, ശ്രീലാപിള്ള പറയേണ്ടത് പാർട്ടി ഘടകങ്ങളിലല്ലേ? ശ്രീലാപിള്ള ജേർണലിസ്റ്റ് ആണെന്നത് അവർ മറന്നു പോകുന്നു. ഒരു ജേർണലിസ്റ്റിന്റെ ദൗത്യം വാർത്തകൾ കൊടുത്തുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഞാൻ മാധ്യമ പ്രവർത്തകയാണ്. രണ്ടാമത് BJPയുമായി ബന്ധപ്പെടുന്ന പരിപാടിയിലൊക്കെ പങ്കെടുത്ത് അഭിപ്രായം പറയുന്ന ആളുമല്ല ഞാൻ, അത്തരം പരിപാടികളുടെ ഭാഗവുമല്ല. അപ്പോ ഞാൻ അവിടെ പോയി ആരോട് പറയണം? ഈ കള്ളം കാണിച്ച സുരേഷിനോടോ, അല്ലെങ്കിൽ സുരേഷിന്റെ പിന്നെ ഏറ്റവും അടുപ്പക്കാരിയായ ഈ സംസ്ഥാന സെക്രട്ടറി അഞ്ജനയോടോ, ആരോടാണ് ഞാൻ പറയേണ്ടത്? ഒന്ന്.
രണ്ടാമത്തെ കാര്യം, ഞാൻ മാധ്യമപ്രവർത്തകയാണ്, ഞാൻ വാർത്ത കൊടുത്തു, അതാണ് എന്റെ ജോലി. ഞാൻ മാധ്യമപ്രവർത്തകയായിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ഞാൻ മുമ്പോട്ട് പോവുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർജിക്ക് യാതൊരു പങ്കുമില്ല എന്ന് 100 വട്ടം ഞാൻ പറഞ്ഞതാണ്. ഞാൻ BJPയുടെ ഐഡിയോളജിക്കെതിരെയോ RSSന്റെ ഐഡിയോളജിക്കെതിരെയോ BJPക്കെതിരെയോ അല്ല പറയുന്നത്. BJPയെ കാർന്നു തിരുന്ന കാട്ടുകള്ളന്മാരെയും കാട്ടുകള്ളികളെയും കുറിച്ചാണ്. അതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള എതിരഭിപ്രായവും എനിക്ക് BJPയോടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഞാൻ വീണ്ടും വ്യക്തത വരുത്തുകയാണ്. പലരും വന്ന് നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കൂ, 2 സ്ഥലത്ത് നിൽക്കൂ, അങ്ങനെ അതായത് പലർക്കും അറിയില്ല, കേൾക്കില്ല, കാണില്ല. ഈ സോഷ്യൽ മീഡിയ വലിയൊരു പ്ലാറ്റ്ഫോം ആണല്ലോ. സോഷ്യൽ മീഡിയയിൽ വന്ന് അഭിപ്രായം പറയുന്നവരൊന്നും പാർട്ടിയെ കുറിച്ച് ബേസിക് അറിവുള്ളവരൊന്നുമല്ല. അവർ ഈ കാണുന്നത് വെച്ച് പ്രതികരിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ അയൽപക്കത്തും ചുറ്റുവട്ടത്തും ഒക്കെ ഉള്ള നേതാക്കന്മാരെ നിങ്ങൾ അനലൈസ് ചെയ്യുക. അവരുടെ പഴയ സാഹചര്യങ്ങൾ, പഴയ സാമ്പത്തിക സാഹചര്യം, ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യവും മനസ്സിലാക്കുക. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവും. ഏതായാലും രാജീവ് ചന്ദ്രശേഖർജിയെ ഇതിൽ ഒരു സെക്കൻഡ് പോലും ഒരിടത്തും ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ പടനയിക്കുന്നില്ല. അദ്ദേഹത്തിന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും. കാരണം നരേന്ദ്രമോദിയെ പോലെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള ഒരു സർക്കാർ കഴിഞ്ഞ 13 കൊല്ലമായി ഇവിടെ 13 കൊല്ലമായി പ്രവർത്തിക്കുമ്പോൾ ഇത്തരം അഴിമതിക്കാർ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നത് എന്ത് സന്ദേശമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. ആ ചോദ്യം ഒന്നുകൂടി ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്തായാലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. രാജീവ് ചന്ദ്രശേഖർ എന്ന BJP സംസ്ഥാന അധ്യക്ഷനെ നമുക്ക് ഭയമായിട്ടല്ല ഈ ഒരു വിശദീകരണം ഒന്നുകൂടി നൽകേണ്ടി വന്നത്. കാരണം പലതവണ ഉരുവിട്ടിട്ടും അത് മനസ്സിലാകാത്ത ചില പ്രേക്ഷകർക്കും ഒട്ടും മനസ്സിലാകാത്ത കാതിൽ ഉരുക്കി ഒഴിച്ചിരിക്കുന്ന ചില BJPയുടെ സംസ്ഥാന ഭാരവാഹികൾക്കുമൊക്കെ ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഭയന്നിട്ടല്ല. പക്ഷെ ഒരാളെ അനാവശ്യമായി ഞങ്ങൾ ഉയർത്തിയ ചില തെളിവുകളുടെ സത്യസന്ധമായ ചില വിവരങ്ങളുടെ മുന്നിൽ ഇദ്ദേഹത്തെ കൊണ്ട് നിർത്തുമ്പോൾ ഞങ്ങൾക്കും ചില സങ്കോചങ്ങളുണ്ട്. കാരണം ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരനോടോ സംസ്ഥാന BJP ഘടകത്തോടോ ഒന്നുമല്ല. ഇത് യുദ്ധവുമല്ല. ഇതിനി BJPയിലല്ല, കോൺഗ്രസിലല്ല, ഇനി മമതാ ബാനർജിയുടെ പാർട്ടിയിലാണ് ഈ അഴിമതി നടന്നാലും ഞങ്ങൾക്കതിന്റെ തെളിവുകൾ കൈവശം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ആ വാർത്തയും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കും. അതിൽ ഞങ്ങൾക്കൊരു ഭയവുമില്ല, ഒരു മടിയുമില്ല. ഞങ്ങൾക്കതിൽ 2 വട്ടം ആലോചിക്കേണ്ട കാര്യവുമില്ല. കാരണം ഞങ്ങൾ സത്യസന്ധമായ വാക്കുകൾ തന്നെയാണ് പുറത്തുവിടുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് BJP സംസ്ഥാന മാരാർജി ഭവനിൽ നിന്നും അല്ല ഞങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത്. ആ ശമ്പളം മതി ഞങ്ങൾക്ക് ജീവിക്കാൻ. അതുകൊണ്ട് തന്നെ ആരെയും ഭയന്നിട്ടല്ല ഞങ്ങൾ ഈ ഒരു പണിക്ക് ഇറങ്ങി തിരിച്ചത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഒന്നുകൂടി ഒരു വിശദീകരണം നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അവസാനത്തിലേക്ക് നമുക്ക് ഈ കാര്യം കൂടി പറയേണ്ടി വന്നത്. അല്ലേ ശ്രീലപിള്ള? തീർച്ചയായും അങ്ങനെ തന്നെ.